ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു ട്രെൻഡാണ് നമ്മൾ യെസ്. ജിമ്മിൽ പോകുന്നു, ആരോഗ്യമൊക്കെ നോക്കുന്നു, നല്ല കാര്യമാണ്. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഈ ജിമ്മിൽ പോകുന്ന ആളുകൾ നോമ്പെടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഫാസ്റ്റിംഗ്, പിന്നെ രാവിലെ ഡോക്ടർ പറഞ്ഞതുപോലെ ഒരു ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാൻ നമ്മൾ ആക്ടിവിറ്റി ഒക്കെ നിർത്തിവെക്കും. പിന്നെ ആ സമയത്ത്, അതായത് ഈ ഒരു മാസത്തോളം നീളുന്ന ഈ ഒരു പ്രക്രിയയിൽ ഈ മസിൽ ലോസ് ഒക്കെ ഉണ്ടാവും എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരെന്താ ശ്രദ്ധിക്കേണ്ടത്? അത് ശരിക്ക് ഒരു ജിമ്മിൽ പോകാൻ അഡ്വൈസ് ചെയ്യത്തില്ല നോമ്പിൻ്റെ സമയത്ത്. കാര്യം നമ്മളെപ്പോഴും പറയില്ലേ, ഭക്ഷണം കഴിച്ച് 2 മണിക്കൂറെങ്കിലും കഴിയണം ഒരാൾ ജിമ്മിൽ പോകണം അല്ലേ. എന്ത് എക്സസൈസ് ചെയ്യണമെങ്കിലും മിനിമം സ്റ്റൊമക്ക് കാലിയാവുന്ന സമയമാണ് 2 മണിക്കൂർ. അത് കഴിഞ്ഞിട്ടാണ് എക്സസൈസ് ചെയ്യാൻ നല്ലത്. അപ്പോൾ നോക്കൂ, ഒരു 6 മണിക്ക് അല്ലെങ്കിൽ ഒരു 7 മണിക്ക് ഒരാൾ നോമ്പ് തുറന്നു, പിന്നെ അയാൾക്ക് സമയമില്ല. 2 മണിക്കൂർ കഴിയുമ്പോഴേക്കിന് അയാളുടെ പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞിട്ട് ആ സമയത്ത് ആ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് അയാൾക്ക് എക്സസൈസ് ചെയ്യാം. അതല്ലാതെ അയാൾ നോമ്പ് തുറന്ന ഉടനെ എക്സസൈസ് ചെയ്യാൻ പാടില്ല. ഒന്ന് ഡീഹൈഡ്രേറ്റഡ് ആണ്, പിന്നെ അയാൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രേഷൻ ഓക്കെ, പക്ഷേ 2 മണിക്കൂർ കഴിയാതെ എക്സസൈസ് ചെയ്യാൻ പാടില്ല. ആ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് അയാൾക്ക് എക്സസൈസ്, റെഗുലർ എക്സസൈസ്. പക്ഷേ ഒരിക്കലും അത്താഴം കഴിഞ്ഞതിന് ശേഷം അയാൾ എക്സസൈസ് ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ നിർജ്ജലീകരണം വരും, അത് ഒഴിവാക്കണം. അതുകൊണ്ട് ആ സമയത്തും സ്യൂട്ടബിൾ അല്ല എന്ന് വെച്ചൊരു എക്സസൈസ് ചെയ്യാതിരിക്കരുത്. കാര്യം ഹെവി എക്സസൈസ് ഒഴിവാക്കിയിട്ട് എയ്റോബിക് എക്സസൈസ്, നടത്തം, ചെറിയ തോതിലുള്ള എക്സസൈസ്, അതൊക്കെ പറ്റും. അതിനപ്പുറത്തേക്ക് ഹെവി എക്സസൈസ് നോമ്പിനെ ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്.